ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഒരു പനിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ ഗ്രാമക്കാഴ്ചയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഗ്രാമക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതേ എരുമേലിയാണ് കേട്ടോ. എരുമേലി പമ്പാവാലി, അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കാണിച്ചു തരുന്നത്. കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ തന്നെ ഈ ഒരു കാഴ്ചകളൊക്കെ ചിലപ്പോൾ അന്യം നിന്ന് പോകും. കാരണം വേറൊന്നുമില്ല, അടുത്ത ജനറേഷനൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ ഈ ഗ്രാമഭംഗിയൊക്കെ പിന്നീട് ഇതൊക്കെ കാണുമെന്ന് പോലും അറിയത്തില്ല. കാരണം ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്നൊക്കെ സ്ഥലം മാറിയൊക്കെ പോകുന്നുണ്ട്. കാരണം ഇതുപോലെ കുന്നും മലയൊക്കെയാണ്, അതൊക്കെ കയറാനും ഇറങ്ങാനും പോക്കുവരവ് സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അടുത്ത കുട്ടികളൊക്കെ ടൗണിലോട്ടും ഒക്കെ മാറാനായിട്ടായിരിക്കുമല്ലോ ശ്രമിക്കുന്നത്, അവനൊരു സൗകര്യം അനുസരിച്ച്. അപ്പം ഞാൻ ഈ മുകളിലോട്ട് കാണിക്കുന്ന വഴിയേ, അത് പണ്ടൊക്കെ പുല്ല് പറിക്കും, ഇപ്പോഴും പുല്ല് പറിക്കാനൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. പിന്നെ ഇതിലെ നടപ്പുകാരുണ്ട്, വീടുകളൊക്കെ ഉണ്ട് ഇപ്പോഴും. പിന്നെ കുറച്ചൊക്കെ വീടുകളോ ഉള്ളെന്നേ ഉള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ കുളിക്കാനൊക്കെ വേനലായി കഴിയുമ്പോഴത്തേന് അവിടെ ഒരു ചെറിയൊരു ഓലിയൊക്കെ ഉണ്ട്, അതൊക്കെ കാട്ടിത്തരാം. അങ്ങനെ കുളമല്ല കിണറും അല്ലാത്ത ഓലി എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതൊക്കെ കാട്ടിത്തരാം ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അതൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ കുറഞ്ഞു. അതുകൊണ്ട് ഈ കാണുന്ന വീടുണ്ടല്ലോ, ഇവിടെയൊക്കെ ആൾതാമസം ഇല്ല, കാടൊക്കെ പിടിച്ച് കിടക്കും. ഇപ്പോൾ പാമ്പൊക്കെ ഉണ്ട്. ഇതുപോലെ 3-4 കൂട്ടരൊക്കെ ഇവിടുന്ന് മാറി കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, സൗകര്യം അനുസരിച്ച് വെള്ളവും വഴി സൗകര്യം, വണ്ടി കയറുന്ന അങ്ങനെയൊക്കെ ഉള്ള ഇതിലെ വണ്ടിയൊക്കെ പോകുന്നതാണ്, ഓട്ടൊക്കെ കയറി വരുന്നതാണ്. എന്നാലും എന്താ പറയുക, എല്ലാം സൗകര്യം നോക്കി എല്ലാവരും ഇവിടെ നിന്നൊക്കെ മാറും. ഇപ്പം നമ്മളിതേ മുകളിൽ കയറി വന്നു, നമ്മളങ്ങ് താഴെ നിന്നതാണ്. അപ്പം ഇങ്ങനെ കയറി വന്നപ്പം വേണ്ട കമ്മ്യൂണിസ്റ്റ് പച്ച, പണ്ടൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച കിട്ടുള്ളേ ഇതേപോലെ ചെയ്യുമായിരുന്നു. കുറേ പക്ഷികൾ ഈ റബ്ബർ തോട്ടത്തിൽ കിടന്ന് അലയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതുകൂടെ കേൾക്കാം. 8-8:30 ആയപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ അതേണ്ട ഇതൊക്കെ നൊസ്റ്റുവാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ വഴി കാണുന്ന ഈ കാടൊക്കെ പറിച്ച്, ഇതിൻ്റെ പൂവാണ്, ഈ പൂവൊക്കെ പറിച്ച് ഇങ്ങനെ ഓരോരുത്തരുടെ ദേഹത്ത് കൊണ്ടിട്ട് പറയും പുഴുവാന്നും പറഞ്ഞു അവർ പേടിച്ച് കാറും. അങ്ങനെയൊക്കെയാണ് നേരത്തെ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന പരിപാടിയാണ്. അപ്പോൾ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു സാധനം നിങ്ങളെ കാണിക്കാനുള്ളത് എൻ്റെ ഈ പടലിൻ്റെ അരി. ഇത് 1000 രൂപ വില ഉണ്ടായിരുന്നതാണ് ഈ ടൈമിൽ, ഈ വർഷം. ഇപ്പോൾ ഇത് ഒരു 700 കുറഞ്ഞിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇതൊരു 1 കിലോ ഒക്കെ ആണ്, ഒരുപാട് വേണം കേട്ടോ. ഇതിപ്പോൾ പച്ചയാണ്, ഇനി ഉണങ്ങിയത് കാണിക്കാം. എന്നിട്ട് ഇതാണ് ഉണങ്ങിയത്. ഇതിങ്ങനെയല്ല കൊടുക്കുന്നത്, ഇത് നല്ലതായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഇത് തന്നെ പൊട്ടി ഇതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ചെറുപയറിൻ്റെ അത്രയുള്ള അരി വരും. ഇത് ഇതിനാണ് വില കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരെല്ലാം ഇപ്പം പടലരി പറിക്കുകയാണ്. ഒരുപാട് വേണം, എന്നാലേ 1 കിലോ ഒക്കെ ആകത്തുള്ളൂ. ഇങ്ങനെ റബ്ബറിൻ്റെ ഇടവഴി ഇഷ്ടം പോലെ കാണും. നമ്മുടെ ആകാശമൊക്കെ എന്താ ഭംഗി. റബ്ബർ തൈയൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ. ഇനിയും നമുക്ക് കുറച്ചുകൂടെ കയറ്റമുണ്ട്, അത് കഴിഞ്ഞിട്ട് വലിയൊരു ഇറക്കമുണ്ട്. ഇതേ ഒരു വീട്ടിലോട്ടുള്ള വഴിയാണ് കാണുന്നത്. പിന്നെ നമുക്ക് കാണാനുള്ളത് ഇതേൻ്റെ ഇത് കണ്ടോ, ഇത് മുഴുവൻ പൊഴിഞ്ഞു പോകാനായിട്ട് നിന്നതാണ്. കണ്ടോ, നല്ലതല്ലേ? ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ കേട്ടോ. പിന്നെ വേണ്ട ഈ പുല്ലിനൊരു പ്രത്യേകതയുണ്ട്, കാട്ടിത്തരാവേ. ഇതേപോലെ കയ്യെ കയറ്റി വെച്ചിട്ടേ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ അതങ്ങ് കയറിപ്പോവും. ഇതൊക്കെ നൊസ്റ്റുമാണ് കേട്ടോ. കയറിപ്പോയി. പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ അടുത്ത ഇറക്കം ഇറങ്ങാൻ പോകും. ഇപ്പം ഇത്രയും നേരം നമ്മൾ കയറ്റം കയറി, ഇനി ഇറങ്ങാൻ പോവുകയാണേ. നമ്മുടെ അക്കരെ ശബരിമല വനമൊക്കെയാണ് കാണുന്നത്, പക്ഷേ നമുക്ക് മരമൊക്കെ നിൽക്കുന്ന കാരണം കൂടുതലായിട്ട് കാണാത്തത്. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങി പോകാം. ആ നേരെ കാണുന്ന വഴി ഒരു വീട്ടിലോട്ട്, ഇനി ഒരു വീടുകൂടെ ഉള്ളു അങ്ങോട്ട്. ഇപ്പം നമ്മൾ കയറി വന്നതിനേക്കാൾ വലിയൊരു ഇറക്കമാണ് ഇനി കാണാൻ പോകുന്നത്. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഡെയിലി കയറി ഇറങ്ങുന്ന സ്ഥലമാണ്.
ഒരു 3-4 വീടുകളോടുണ്ട് താഴോട്ട് കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. ബാക്കി വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ പോയതാണ്. പിന്നെ റബ്ബറാണ് നിൽക്കുന്നത്, അതിൻ്റെ അകത്തെ ഷെഡാണ് കാണുന്നത് കേട്ടോ. നല്ല ശബരിമല വനമൊക്കെയാണ് ആ കാണുന്നത്. പക്ഷേ നമുക്ക് മരങ്ങൾ കാരണം അധികം നന്നായിട്ട് കാണത്തില്ല. അല്ല, നല്ല ഭംഗിയായിരുന്നു ഇവിടെയൊക്കെ നിന്ന് കാണാൻ. നല്ല കാറ്റൊക്കെ ഉണ്ട് ഈ സമയത്ത് കേട്ടോ. പിന്നെ വേണ്ടേ താഴെ ആ വഴിയിലോട്ട് നമ്മൾ താഴെ കുഴിയിലോട്ട് ഇറങ്ങിപ്പോണം. എങ്ങനെ ഇറങ്ങിപ്പോകാം, തിരിച്ച് കയറി വരുമ്പോൾ നമ്മൾ അണച്ചൊരു പരുവാകും, അത്രയ്ക്ക് കയറ്റമാണ്. ഇത് കശുമാവിൻ്റെ പൂവാണ് കേട്ടോ. പൂവൊക്കെ ആയതേ ഉള്ളൂ, കശുവണ്ടിയൊന്നും ആയിട്ടില്ല. ഇപ്പോൾ പൂവൊക്കെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് സൂം ചെയ്തൊന്ന് കാണിച്ചു തന്നതാണ്. പിന്നെ അങ്ങോട്ടൊരു രണ്ടോ മൂന്നോ വീട് ഉണ്ട്. ദേണ്ട ഈ വഴി താഴോട്ട് നമ്മൾ ഇറങ്ങിപ്പോണം. അപ്പോൾ ഡെയിലി കയറി വരുന്ന ആൾക്കാരുടെ ഒരവസ്ഥയൊന്നും ആലോചിച്ച് വയ്ക്കുക. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനായിട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ സ്കൂൾ വണ്ടി ഒന്നും ഇറങ്ങി വരത്തില്ല. നമ്മൾ എവിടുന്ന് തുടങ്ങിയോ അവിടം വരെ സ്കൂൾ വണ്ടി വരത്തുള്ളൂ. അവിടം വരെ ഇവർ ഇവിടുന്നൊക്കെ കയറി വേണം, കുഞ്ഞുങ്ങളെയും കൊണ്ട് കയറി വന്നിട്ട് വേണം വിടാനായിട്ട്. നമ്മളൊരു തരത്തിൽ ഇറങ്ങി വരാൻ വലിയ പാടില്ല കേട്ടോ, സൂക്ഷിച്ചൊക്കെ ഇറങ്ങി വന്നാൽ മതി. പക്ഷെ കയറിപ്പോക്ക് ഭയങ്കര ഒരു പാടാണ്, നമ്മൾ മടുക്കും ഭയങ്കരമായിട്ട്. ഇതാണ് ലാസ്റ്റ് താഴെ ഇരിക്കുന്ന വീട്. ഇതിൻ്റെയും താഴെ ഒക്കെ വീടുകളുണ്ടായിരുന്നു, ഒത്തിരി പേര് പോയി. ഇനി ഒരു വീടെങ്ങാണ്ടേ ഉള്ളൂ ഇതിൻ്റെയും താഴെ. പിന്നെ അതേ കൊക്കോയൊക്കെയാണ്, ഇവിടെയൊക്കെ കൃഷിയുള്ളതാണ്. കൊക്കോ, ജാതി അങ്ങനെയുള്ളതൊക്കെ. പിന്നെ റബ്ബറാണ് മെയിനായിട്ട് കേട്ടോ. ഇതാണ് പണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് കുളിക്കാനും നനയ്ക്കാനും ഒക്കെ കുടിക്കാൻ വരെ ഇവിടുന്നൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം പായലൊക്കെ പിടിച്ച് അതൊക്കെ കാണാൻ ഞാൻ ഒരുപാട് നാൾ കൂടി വന്നതാണ്, ഒരുപാട് വർഷം കൂടി വന്നതാണ്. ഇതിപ്പോൾ പായലൊക്കെ പിടിച്ച് കിടക്കുക. പക്ഷേ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ ഇതൊക്കെ നല്ല വൃത്തിയാക്കി ഇതിൻ്റെ അകത്തുനിന്ന് കുടിക്കാനൊക്കെ വെള്ളം കൊണ്ടുപോകും കേട്ടോ. നല്ലതായിട്ട് പറ്റത്തൊന്നുമില്ല. താഴത്തെ വീട്ടുകാർ ഓസിട്ടിട്ടുണ്ട് കേട്ടോ. താഴെ ഒരു വീട്ടുകാർ, അവരൊക്കെ വെള്ളം ഇതിലും താഴെയെന്ന് പറയുമ്പോൾ എന്തുമാത്രം കയറിയാലാന്ന് നിർത്തേ. പിന്നെ ഒരു ജാതി മരമൊക്കെ നിൽപ്പുണ്ട്, അത് എന്നൊരു ജാതിക്കയൊക്കെ പൊട്ടിച്ചുകൊണ്ട് നമ്മൾ പോയേ. പിന്നെ അലക്കലൊക്കെ ഉണ്ട്, ഇപ്പോഴും അലക്കാനൊക്കെ ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്, അധികം ആൾക്കാരില്ലെന്നേ ഉള്ളൂ. പിന്നെ നമ്മളതെല്ലാം കണ്ട് മുകളിലോട്ട് കയറിപ്പോയി, മടുത്താണ് കയറി വന്നത്. നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്തായാലും ഒന്ന് അറിയിച്ചേക്കണം, കമൻ്റൊക്കെ ഇടണം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ഒന്ന് ചെയ്തേക്കണം. അപ്പോൾ തൊട്ടതേ അത് വാടിപ്പോയി. പണ്ട് സ്ലേറ്റിൽ മഷിയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. എന്തോ നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. തമിഴ്നാട്ടിലൊക്കെ ഇത് വെച്ച് കഴിക്കുന്നതാണ്. ലൈറ്റ് പച്ച കളറാണ്, നല്ല ജലാംശം ഉള്ളതാണ്. പിന്നെ വേണ്ടേ കാന്താരിയൊക്കെ പറമ്പിലൊക്കെ നിൽപ്പുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്തേക്കണേ. ഓക്കെ ബൈ, അടുത്ത വീഡിയോ കാണാമേ.